നമസ്കാരം, ഇത് IBN മലയാളം. അധോലോക സംഘങ്ങളെ പോലും വെല്ലുന്ന കുടിപ്പകയുമായാണ് കേരളത്തിലെ ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപങ്ങൾ പിൻവലിപ്പിച്ചും പ്രലോഭനങ്ങൾ നൽകി ജീവനക്കാരെ വശത്താക്കിയും എതിരാളികളെ നിലംപരിശാക്കുവാൻ പരസ്പരം മത്സരിക്കുകയാണ് പലരും. ഇതിൽ തോറ്റുപോകുന്നവർക്ക് തങ്ങളുടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കെട്ടുക മാത്രമേ വഴിയുള്ളൂ. ഇതിലൂടെ സ്ഥാപന ഉടമയ്ക്ക് ഒന്നും നഷ്ടപ്പെടാനുമില്ല. ഏറി വന്നാൽ 90 ദിവസം റിമാൻഡിൽ കഴിയേണ്ടി വരും എന്നു മാത്രം. എന്നാൽ ആയിരക്കണക്കിന് നിക്ഷേപകരുടെ ജീവിതം ഇതോടെ ശൂന്യതയിലാകും. നിക്ഷേപകരുടെ ദൈനംദിന മുഖത്തിനു മുൻപിൽ പതറാത്ത ഇവർ എങ്ങനെയും എതിരാളികളെ ഒതുക്കുവാനുള്ള ശ്രമത്തിലാണ്. അന്വേഷണ ഏജൻസികൾക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കും രഹസ്യമായി പരാതിയും തെളിവുകളും നൽകി സൈലന്റ് ഓപ്പറേഷൻ നടത്തുന്നവരുമുണ്ട്. സമാനമായ രീതിയിലാണെന്ന് കരുതുന്നു കോട്ടയം കൊശമറ്റം ഫിനാൻസിൽ ഏതാനും വർഷം മുമ്പ് നടന്ന പരിശോധനകൾ. കോട്ടയത്തെ കേന്ദ്ര ഓഫീസിൽ ചെയർമാന്റെ വീട്ടിലും കൂടാതെ കേരളത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ ശാഖകളിലും ഒരേ സമയം നടന്ന പരിശോധനകൾ ദിവസങ്ങൾ നീണ്ടുനിന്നു എന്നാണ് വിവരം. എന്നാൽ ഈ വാർത്ത പുറം ലോകമറിയാതെ ഒതുക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു. റെയ്ഡ് വിവരം വാർത്തയായിരുന്നെങ്കിൽ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത് ബാധിക്കുമായിരുന്നു. അപ്രതീക്ഷിതമായി അടികിട്ടിയെങ്കിലും ഇരുചെവി അറിയാതെ അതെല്ലാം ഒതുക്കുവാൻ അവർക്ക് സാധിച്ചു. NCSനെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവരിൽ പ്രമുഖർ NCSന്റെ ഭൂമിയിൽ കണ്ണുവെച്ച് കോട്ടയത്തെ ഒരു NBFC മുതലാളിയാണെന്നും സംശയിക്കുന്നവരുണ്ട്. കൂണുപോലെ പുളച്ചുമൊങ്ങുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് കേരളം. വിവരവും ബുദ്ധിയുമുണ്ടെന്ന് സ്വയം അഹങ്കരിക്കുന്ന മലയാളികളെ പെട്ടെന്ന് വിഡ്ഢികളാക്കാമെന്ന് ബംഗാളിലെയും നൈജീരിയക്കാരനും ആഫ്രിക്കക്കാരനും വരെ ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ജനറൽ മാനേജർ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ തുടങ്ങിയ ഉയർന്ന പോസ്റ്റിൽ 1 വർഷം ഇരുന്നാൽ മതി. എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ഇവർ പഠിച്ചിട്ടുണ്ടാകും. പ്രതിമാസം 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്ന ഇവർ ആദ്യം പണി കൊടുത്തത് ജോലി ചെയ്ത കമ്പനിക്കിട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.